അകലം കുറഞ്ഞു പോയിരിക്കുന്നു. ഇനി ഇബാദത്ത് എന്നത് എന്താണ് എന്ന് മാത്രം തീരുമാനിക്കേണ്ട വശം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. എന്താകുന്നു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ദിവസം ഇന്നലെയും ഇന്നും ഞങ്ങൾ പറഞ്ഞു അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്നതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞു. പ്രാർത്ഥന ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന പദത്തിന് എല്ലാ ദുആവും ഇബാദത്ത് എന്ന് അർത്ഥമുണ്ടോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഞാൻ ഇനിയും ആവർത്തിക്കുന്നു, അതിന് മറുപടി പറയണം. എല്ലാ ദുആവും ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെടുത്തിയതിന്റെ ശേഷമേ അദ്ദുആഉ ഹുവൽ ഇബാദത്തു. അത് ശിർക്ക് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മരിച്ചുപോയതിന്റെ ശേഷം റഹീം എന്ന പേര് എടുത്തുപോയോ? അതും മറുപടി പറയണം. മരിച്ച നബിയെ സംബന്ധിച്ച് റഹീം എന്ന് പറയും. ഇവിടെ കട്ടതോ വിട്ടതോ അല്ല, മറിച്ച് മുസ്ലിയാർ വിഷമിച്ചു പോയതാണ്, മുട്ടിപ്പോയതാണ് എന്ന് മാത്രമേ എന്ന് പറയാനുള്ളൂ. ഈ ഖുർആൻ പരിഭാഷ എഴുതരുത്, ഖുർആൻ പരിഭാഷ എഴുതരുത് എന്ന് പറഞ്ഞിരുന്നത് വെറുതെ അല്ല, അതിനൊരു അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലായത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ ഉത്തരം ചെയ്യാം എന്നാണ് ഇവിടെ ഭാഷ്യാർത്ഥം. ഖുർആന്റെ പരിഭാഷയിൽ സ്വന്തം നിലയ്ക്ക് എഴുതിയ കുറിപ്പാണ് TK അബ്ദുള്ള മൗലവി എഴുതിയ കുറിപ്പാണ്. സുന്നി പക്ഷത്തിന്റെ ആളായിരുന്നു അദ്ദേഹം മരിച്ചു പോകുന്നത് വരെ. അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് ഇവിടെ ഭാഷ്യാർത്ഥം. തുടർന്ന് എന്റെ ആരാധനയെ വിട്ട് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ജലാലൈനി അർത്ഥവ്യാഖ്യാനം ചെയ്തത്. രണ്ടർത്ഥങ്ങളും വ്യാഖ്യാതാക്കൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന എന്ന അർത്ഥം പറഞ്ഞാലും പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിനാണെന്നുള്ളതിൽ തർക്കമില്ല. പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിനാണെന്നുള്ളതിൽ തർക്കമില്ല. പ്രാർത്ഥന ആരാധനയാണെന്നത് ഞങ്ങളുടെ ഒരു പുതിയ കണ്ടുപിടുത്തമല്ല. ഞങ്ങൾ ഇബാദത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ധരിക്കുമ്പോൾ പിന്നെ എന്താണ് നിർവചനം? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ നിർവചനക്കാരൻ ആരിവിടെ ഇസ്ലാമിക വിഷയത്തിൽ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു എന്തൊരു വാജിബുൽ വുജൂദ് പോലെയുള്ള ഈ പദപ്രയോഗങ്ങൾ പിൽക്കാലത്ത് ഇൽമുൽ കലാമിന്റെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. എന്തു തന്നെ ആയാലും നമ്മളുടെ മർമ്മം ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആളുകൾക്ക് ഇതിന്റെ മർമ്മം ശരിക്കും മനസ്സിലാവും. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുക എന്ന ഇസ്തിഗാസ ജനങ്ങൾക്കിടയിൽ, മുസ്ലിംകൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ, അല്ലാഹുവല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കല്ലെന്ന് ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസ, ഈ ഇസ്തിഗാസ ശിർക്കാണ് എന്നും ശിർക്ക് അല്ല എന്നും രണ്ട് തർക്കമാണ് ഇവിടെ ഉള്ളത്. ശിർക്ക് എന്തൊക്കെയാണെന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലിമത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇബാദത്തിനെ വ്യാഖ്യാനിച്ചത്. ഇനി വാജിബുൽ വുജൂദ് രണ്ടെണ്ണമുണ്ടെന്നൊരാൾ വിശ്വസിച്ചാൽ അവനും കാഫിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത് ആരെങ്കിലും ആരോപിച്ചാൽ അവനും കാഫിറാണ്. അല്ലാഹുവിന്റെ അമല് മറ്റാരെങ്കിലും ആരോപിച്ചാൽ അവനും കാഫിറാണ്. അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ സിഫത്ത് മറ്റൊരാളെ അർപ്പിച്ചാൽ കാഫിറാണ് എന്നല്ല ഇപ്പൊ പറഞ്ഞത്. അപ്പോ റഹീം എന്ന് പറഞ്ഞാൽ കാഫിറാണോ? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്തോടിയ കാഫിറാണോ? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അള്ളാഹുവിന്റെ വിശേഷണമാണ് റഊഫുർ റഹീം എന്ന്. ആ ഖുർആനിന്റെ ആയത്തോടിയ കാഫിറാണെന്നാണോ മൗലവി പറഞ്ഞത്? മറുപടി പറയണം. അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനാണ് ഞങ്ങൾ ചോദിച്ചത്. എല്ലാ ദുആവും എന്നാണോ അതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ പ്രത്യേക വല്ല ദുആയും എന്നാണോ അർത്ഥം? അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞ അവിടെ എല്ലാ ദുആവും എന്നാണോ അർത്ഥം? അതല്ലെങ്കിൽ പ്രത്യേക ദുആ എന്നാണോ അർത്ഥം? പ്രത്യേക ദുആ എന്നാണ്
അർത്ഥമെങ്കിൽ ആ ദുആ ഏത്? ഒന്നുകൂടി ചോദ്യം വ്യക്തമാക്കുന്നു. അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന ആ വാക്കിന് എല്ലാ ദുആവും ഇബാദത്ത് എന്നാണോ അർത്ഥം? അതല്ല, ചില പ്രത്യേക ദുആ ഇബാദത്താണ് എന്നാണോ അർത്ഥം? ഇതിൽ രണ്ട് ഉണ്ട്. അത് ഏതാണെന്ന് വ്യക്തമാക്കണം. എല്ലാ ദുആവും ഇബാദത്താണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാമി എന്ന ദുആഇന്റെ അർത്ഥമെന്ത്? ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ എന്ന ദുആഇന്റെ അർത്ഥമെന്ത്? അല്ല, പ്രത്യേകമായ ദുആ എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകമായ ദുആ ഏതാണ്? അതെന്താണെന്ന് വ്യക്തമാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇബാദത്തിന്റെ നിർവചനം ആദ്യമായി പറയണം. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറയണം. ശറഹുൽ അഖായിദ് ആരോ കെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇപ്പൊ തള്ളി, നേരത്തെ അത് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തിന്റെ അർത്ഥം ശിർക്ക് എന്താണെന്ന് നിർവചനം പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കൂ. ശിർക്കിന്റെ നിർവചനം പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കൂ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഇപ്പോൾ പകുതിയും കൂടി കഴിഞ്ഞു. അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിച്ചാലുമില്ലെങ്കിലും, അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിച്ചാലുമില്ലെങ്കിലും ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് കുഫ്റാണ് എന്ന് നേരത്തെ മുസ്ലിയാർ സമ്മതിച്ചു. ഇപ്പോൾ ദുആ എല്ലാ ദുആയും ഇബാദത്താണോ എന്ന് പറയണമെന്ന വാശി മാത്രമേ ഉള്ളൂ. കുറെ ദുആകൾ ഇബാദത്താണ് അദ്ദേഹം സമ്മതിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആ ദുആ, ഈ കുറച്ചെന്നെങ്കിലും ദുആ ഇബാദത്തായി ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കാൻ കാത്തു നിൽക്കുന്ന ഈ വേളയിൽ ഏത് ദുആയാണ് ഇബാദത്ത് എന്ന് അദ്ദേഹം സമ്മതിക്കുക എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതല്ലാത്തവർക്ക് ദുആ പാടില്ല എന്ന് തന്നെ, പ്രാർത്ഥന പാടില്ല എന്ന് തന്നെ. ഇനി എന്താണ് ദുആ എന്ന് വിവരിക്കണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും ഖുർആൻ വാക്കെടുക്കുകയും കുറിച്ച് മനസ്സിലാക്കുകയും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാദത്തിൽ തന്നെ എന്ത് ദുആയാണ്, എന്ത് തരം ദുആയാണ് എന്ന് ഞങ്ങൾ വാദത്തിൽ തന്നെ എഴുതിയത്. ഞങ്ങളോട് ചോദിച്ചല്ലോ, ഈ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു ദുആ ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. നിങ്ങളെ ദുആ എഴുതിനാന്ന് പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ കല്യാണത്തിന് ക്ഷണിക്കാറില്ല, മരിച്ചവനെ വയലിന് ക്ഷണിക്കാറില്ല. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് തരം ദുആയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതിനു വേണ്ടിയാണ് ഈ മരിച്ചുപോയ മഹാത്മാക്കൾ എന്ന വിശേഷണം വെച്ചത്. മരിച്ചവരല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ ശിർക്കല്ലെന്നുള്ള നിലക്കല്ല, നിങ്ങൾക്കിത് പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക. കല്യാണത്തിന് ക്ഷണിക്കുന്ന ദ്വായല്ല, മറിച്ച് വാലിന് ക്ഷണിക്കുന്ന ദ്വായല്ല, റബീനി ദാവത്ത് കൗമി എന്ന് പറഞ്ഞ ദ്വായല്ല. പിന്നെ എന്ത് ദ്വായാണ് അത്? അബീബ് മറിയന്റെ മുൻ പ്രാർത്ഥികൻ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ വേർക്കാൻ പോകാറില്ലേ പണം ഭാഗ്യവും ബാധാതയും? ആ അതെന്താണല്ലോ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാമോ അല്ല, കല്യാണത്തിന് ക്ഷണിക്കാൻ പോകല്ല, മറിച്ച് വാലിന് ക്ഷണിക്കാൻ പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിൽ കുറച്ചു ചോദ്യത്തിന് മറുപടി ഇല്ലാതെ ഒന്നിപ്പോഴാ തിരിയാതൊക്കെ ആയത് അല്ലെ? ചോദ്യത്തിന് മറുപടി പറയാണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ദുര്യോനാണ് നല്ല ഓർമ്മ. ഇപ്പോ കേവിന്റെ പരിഭാഷയായിട്ട് വന്ന് നിങ്ങളുടെ നേതാവ് ഉമർ മൗലവി പറയുന്നത്, ഒരാളൊരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ ചെയ്താൽ അത് ശിർക്കാണെന്ന് പറയാൻ നിവൃത്തിയില്ല, മുശ്രിക്കാവാൻ നിവൃത്തിയില്ല. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറെ വായിക്കാം. അതുകൊണ്ട് ബുക്കൊക്കെ ഇങ്ങോട്ട് നിർത്തിവെച്ചിട്ട് അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരോട് വിളിക്കലാണോ അദ്ദുആവിന്റെ അർത്ഥം? അത് വ്യക്തമാക്കണം. അദ്ദുആഉ ഹുവൽ ഇബാദത്തു, അദ്ദുആഉ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരോട് വിളിക്കൽ ഇബാദത്താണ് എന്നാണോ ആ ഹദീസിന്റെ അർത്ഥം? അത് വ്യക്തമാക്കണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് ആ അർത്ഥം വ്യക്തമാക്കണം.
അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന ഈ പദത്തിന് മരിച്ചുപോയവരോട് വിളിക്കൽ, മരിച്ചുപോയവരോട് ദുആ ചെയ്യൽ ഇബാദത്ത് ആണ് എന്നാണോ ഇതിന്റെ അർത്ഥം? ആണെങ്കിൽ അതിന്റെ തെളിവെന്ന്, അതിന് തെളിവ് ആയത്തോ ഹദീസോ ഉദ്ധരിച്ചുകൊണ്ട് ആ അർത്ഥം വ്യക്തമാക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്റെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവശേഷിച്ചിരിക്കുന്നു. ശിർക്ക് എന്ന് പറയുന്ന അതിന് ഷറഹുൽ പറഞ്ഞ അർത്ഥം അത് കച്ചുകെട്ടിയുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഖുർആൻ കൊണ്ട് ശിർക്കിന്റെ നിർവചനം തെളിയിക്കുക ഇന്നലെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഇപ്പോഴും അത് അവശേഷിക്കുന്നു. ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ശിർക്കിന്റെ നിർവചനം തെളിയിക്കുക. എന്താണ് ശിർക്ക്, എന്താണ് ശിർക്ക് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുക. അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന ഈ ഹദീസിന്റെ അർത്ഥം മരിച്ചുപോയവരോട് വിളിച്ച് ചോദിക്കൽ എന്നാണോ ഇതിന്റെ അർത്ഥം? ആണെന്നതിന്റെ തെളിവുണ്ട്. ഒരു നടാരെ എന്തോ ഒരു പിടി കണ്ടു കിട്ടിയതുപോലെ മുങ്ങാൻ തോറുന്ന ഒരു മനുഷ്യന് അവന്റെ കയ്യിൽ കിട്ടുന്ന ഏത് വൈക്കോൽ തിരുമ്പും പിടിയാണല്ലോ, ആ നിലക്ക് അദ്ദേഹത്തോട് തലക്ക് ക്ഷമിക്കുകയല്ലാതെ നിർത്തിയില്ല. ഉമർ മൗലവി എന്താണ് പറഞ്ഞതെന്നറിയോ? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥന എന്ന വശമില്ലാതെ സുജൂദ് ചെയ്താല് അതുകൊണ്ട് ശിർക്കാവില്ല, ഹറാമിയാവുള്ളൂ. ഇവിടെ സുജൂദ് ഇബാദത്താണോ? ആ പ്രാർത്ഥനയില്ലാതെ ഒരാൾ സുജൂദെന്ന മലക്കം മറിഞ്ഞു അവിടെ ഇബാദത്തെന്ന് പറയില്ല. ഇല്ല ദ്വാരില്ലാത്തതുകൊണ്ടാണ് അത് ശിർക്കാവില്ല പറഞ്ഞത്. സുജൂദിനുള്ള പണത്തിന്മേൽ കിടന്ന് കണ്ണു തുറിക്കേണ്ട ആവശ്യമില്ല. അദ്വാഉ ഹുവൽ ഇബാദ, അദ്വാഉ ഹുവൽ ഇബാദ, അദ്വാഉ ഹുവൽ ഇബാദ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്ത് എന്തിനു വേണോ, എന്ത് ഇബാദത്താകണോ അതിൽ പ്രാർത്ഥനയുടെ വശം വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. ഇനി നിർവചനം ചോദിക്കൽ എന്നും മാറിയില്ല. ഇബാദത്തിനെ പറ്റി വിവരിക്കുവാൻ നിയോഗിച്ചയച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം പിന്നെയും നിർവചനവും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. മറുപടി പറഞ്ഞിട്ടില്ലെന്ന് സമാധാനിക്കുവാൻ വേണ്ടി മാത്രം ഇടക്കിടക്ക് ആവർത്തിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞു, മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകൾ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങൾ ബോധപൂർവമാണ് കരാറിൽ വെച്ചത്. ദുആ എന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ള നിലക്കാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരവസ്ഥയാണോ ആ പ്രാർത്ഥനയ്ക്കുള്ളത്, ആ പ്രാർത്ഥനയുടെ വശമുള്ള ഏതും ആ ദ്വാരിന്റെ കൂട്ടത്തിൽ പെടുന്നു. പക്ഷേ കല്യാണം ക്ഷണിക്കാൻ പോയാൽ ശിർക്കാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബാബു പറയാൻ ക്ഷണിക്കാൻ പോയാൽ അതിന് ഇബാദത്താകുമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രാർത്ഥനയുടെ വശമുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, അവിടെ പ്രാർത്ഥനയില്ല. വിളിക്കാൻ പോകുന്നിടത്ത്, കല്യാണത്തിന് ക്ഷണിക്കാൻ പോകുന്നിടത്ത് ആദ്യ പ്രവൃത്തിയിൽ ഇല്ല. അത് ദ്വാ എന്ന് പറയുന്ന അവസ്ഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നത് ഏത് ദ്വായാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അദ്വാഉ ഈ അല്ലാഹു അല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയായിത്തീരുന്നു. ആ പ്രാർത്ഥന അല്ലാഹുവിന് ചെയ്യുമ്പോൾ അല്ലാഹുവിനുള്ള ആരാധനയും പുണ്യകർമ്മവുമായി വരുന്നു. ഇബാദത്താണ്. ഇപ്പം വിളിക്കാതെ ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താലും ശിർക്കല്ല, തലകുത്തി മറിഞ്ഞാലും ശിർക്കല്ല. വിളിക്കണം എവിടെയും. വിളിയില്ലെങ്കിൽ ഒന്നും ശിർക്കാവൂലല്ലേ, ശിർക്കാവൂലാണ്. അതുകൊണ്ട് മൗലവി സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, ചോദ്യം വ്യക്തമായി മറുപടി പറയണം. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വിളിച്ചെങ്കിലേ ഇബാദത്താവൂ. നോമ്പ് നോറ്റാൽ അത് ഇബാദത്താണോ? അല്ലാഹു തആലക്ക് നോമ്പ് നോക്ക്, അവിടെ വിളിയില്ല. വിളിക്കാത്തത് കൊണ്ട് അത് ഇബാദത്താവൂലാണോ? ബിംബത്തിന് സുജൂദ് ചെയ്താലും വിളിച്ചില്ലെങ്കിൽ ഇബാദത്താവൂലോ? ഇവർ എവിടെ എത്തിരിക്കുന്നു? സുബ്ഹാന ജല്ല ജലാലു. എന്താണ് മൗലവി സാഹിബ്? അതുകൊണ്ട് ബിംബത്തിന് സുജൂദ് ചെയ്താലും വിളിക്കണം പോലെ വെളിയില്ലാതെ ഇബാദത്താവൂലാണ്. അതുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്നതിന്റെ അർത്ഥം എന്ത്? ഒന്ന് വ്യക്തമായ അർത്ഥം പറയണം. അദ്ദുആഉ എല്ലാ വിളിയും, ഹുവൽ ഇബാദത്തു ആ വിളി മാത്രമാണ് ഇബാദത്ത്.
ഇബാദത്ത് എന്നാണോ അർത്ഥം? അല്ലെങ്കിൽ അദ്വാഉ ചില പ്രത്യേക വിളികൾ ഹുവൽ ഇബാദത്തു അത് വിളിയിൽ ഇബാദത്തിൽപ്പെടും എന്നാണോ അർത്ഥം? ബിംബങ്ങളോട് വിളിക്കുന്ന വിളി, അതുപോലെ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള വിളി അത് ഇബാദത്തായി തീരും എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു. അല്ലാതെ എല്ലാ വിളികളും ഇബാദത്താണ് എന്നതിനർത്ഥമില്ല. അത് നിങ്ങൾ കറ്റുകെട്ടിയ അർത്ഥമാണ്. അതുകൊണ്ട് ആ ഹദീസിന് നിങ്ങൾ പറഞ്ഞ അർത്ഥം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കൂ. ഞാൻ പറഞ്ഞ മറ്റ് 12 ചോദ്യം അവശേഷിക്കുന്നു. ആ ചോദ്യങ്ങളെല്ലാം മറുപടി പറയും. പറയാതെ വെറുതെ വിടൂല, മറുപടി പറയാ. വെറുതെ വിടൂല. ഈ ജനങ്ങളെ നിർത്തിയിട്ട് മറുപടി പറയണം. മറുപടി വിജയിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഓരോരുത്തരും എല്ലാവരും സ്വയം നിയന്ത്രിക്കണം. സഹോദരന്മാരെ, അതിന് ശക്തരല്ല. നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കി അരമണിക്കൂർ സമയവും കൂടി ഗ്രൗണ്ടിൽ അടങ്ങിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സഹോദരന്മാരെ, പരിപാടി അടങ്ങിയിരിക്കണം. നടക്കണമെങ്കിൽ എല്ലാവരും നമ്മൾ അടങ്ങിയിരിക്കണം. പരിപാടി തുടരുകയില്ല, അതുകൊണ്ട് അടങ്ങിയിരിക്കണം. എല്ലാ നല്ലവരായ ആളുകളും എങ്ങനെ അടങ്ങിയിരുത്തുവാൻ ശ്രമിക്കുക. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് നിന്ന് അടങ്ങിയിരിക്കുക. നിങ്ങളുടെ പരിപൂർണ സഹായ സഹകരണമില്ലാതെ സാധ്യമല്ല. സഹോദരന്മാരെ, മഹത്തായ എൽമിന്റെ പ്രധാനമെന്ന് മനസ്സിലാക്കി പ്രത്യേകം സുവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ സദസ്സിനെ പ്രത്യേകം മനസ്സിലാക്കി, അതുപോലെ തന്നെ മുജാഹിദ് സുഹൃത്തുക്കളും ഈ സദസ്സിന്റെ മഹാത്മ്യത്തെ കണക്കിലെടുത്ത് അടങ്ങിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ അന്യോന്യം ആരെയും ഇരുത്താതെ സ്വയം നിങ്ങൾ അവനവന്റെ ശ്രദ്ധയിൽ അടങ്ങിയിരിക്കണം. നമ്മുടെ പരിപാടി തുടരുകയാണ്. ഇതുവരെ നിങ്ങളോട് അഭ്യർത്ഥിച്ചത് നിങ്ങളെല്ലാ ആളുകളും ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന സംവാദം കേൾക്കുക. അങ്ങനെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. അതല്ലാതെ ബഹള സൃഷ്ടിക്കാൻ വേണ്ടി സഹോദരനാണെങ്കിൽ ഈ പരിപാടി ആവശ്യമില്ല. വളണ്ടിയർമാരെയും നിയന്ത്രിക്കരുത്. വളണ്ടിയർമാര് പ്രത്യേകം ആരെയും നിയന്ത്രിക്കാതെ സ്വയം ഇരിക്കുക. ഓരോരുത്തരും കൂട്ടമായി നിൽക്കരുത്. വളണ്ടിയർമാര് കൂട്ടമായി നിൽക്കരുത്. വളണ്ടിയേഴ്സ് മാറി നിന്നെടുക്കണം. ഈ ഗ്രൗണ്ടിലേക്ക് ആരും തള്ളിക്കയറരുത്. ഇരിക്കണം. നമ്മുടെ പരിപാടി ഇനിയും അരമണിക്കൂർ മാത്രം ബാക്കിയുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ സമാധാനം മനസ്സിലാക്കി ഇവിടെ സമ്മേളിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളും അരമണിക്കൂർ സമയവും കൂടി ക്ഷമയോട് കൂടിയിരിക്കണമെന്ന് ഈ സദസ്സിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അരമണിക്കൂർ സമയവും കൂടി നിങ്ങൾ ക്ഷമാശീലന്മാരായി ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് അടങ്ങിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളണ്ടിയർമാർ കൂട്ടമായി നിൽക്കാതെ മാറി നിൽക്കണം. വളണ്ടിയർമാർ മാറി നിൽക്കണം. സഹോദരന്മാരെ, ഇവിടെ അഭ്യർത്ഥന പുറപ്പെടുവിച്ചത് നിങ്ങൾ കേട്ടു. അതനുസരിച്ചുണ്ട് ഇവിടെ. അതുകൊണ്ട് വളണ്ടിയർ ചൗക്കത്തലി മാറിയിരിക്കണം. ഗ്രൗണ്ടിലാരും തന്നെ കൂട്ടമായി നിൽക്കരുത്. വളണ്ടിയർമാർ കൂട്ടമായി നിൽക്കരുത്, മാറി നിൽക്കണം. വളണ്ടിയർ മാറി നിൽക്കണം. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്ക് മാറി നിൽക്കണം. സഹോദരന്മാരെ, അടങ്ങിയിരിക്കണം. പരിപാടി തുടരുകയാണ്. സമാധാനചിത്തരായിരിക്കണം. ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഉടക്ക് നമ്മൾ തമ്മിലുണ്ടാകാൻ പാടില്ല. വളരെ
യഹൂദ സഹോദരന്മാരെ പോലെ അവിടെ ഇരിക്കണം. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം പിരിഞ്ഞു പോവുക. ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ വിഷയത്തിൽ അല്പസംവേദനം പാലിച്ചുകൊണ്ട് നിങ്ങൾ വികാരത്തിന് വഴിപ്പെടാതെ വിവേകത്തോടു കൂടിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് വീണ്ടും ഞങ്ങളോട് ചോദ്യത്തിന്റെ രൂപത്തിലായപ്പോൾ ദുനി എന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് പ്രാർത്ഥന എന്ന് ആവർത്തിച്ച് പറഞ്ഞു. പ്രാർത്ഥന എന്നത് ഞങ്ങളുടെ മാത്രം പ്രയോഗമല്ല. ആ പദപ്രയോഗം ശരിക്കും അബ്ദുള്ള മുസ്ലിയാരും നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഇങ്ങനെ വരുമ്പോ പിന്നെന്താണ് വിളിയില്ലാതെ സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ വ്യക്തമായി പറഞ്ഞത് പ്രാർത്ഥനയുടെ വശമില്ലാത്ത സുജൂദ് അത് ബിമ്മത്തിന് ചെയ്താൽ ശിർക്കെന്ന് പറയില്ല, തെറ്റി കുബുറി എന്നാണ് പറയുക, പങ്കു ചേർക്കൽ എന്ന് പറയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അംശമുണ്ടെങ്കിലോ പ്രാർത്ഥനയുടെ അംശമുണ്ട്. ബിമ്മത്തിനോട് പ്രാർത്ഥനയുടെ അംശമുണ്ടെങ്കിൽ അത് ശിർക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുക ജീവിച്ചാലുള്ള ദ്വാ മരിച്ചാലുള്ള ദ്വാ പോലെ അന്തയുവാഫീനീത എന്നിങ്ങനെ കൈയൊഴിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് പലരുടെയും വിചാരം. പ്രാർത്ഥന എന്നാൽ അതിന് പണമുണ്ടായിപ്പോയണമെന്ന് തന്നെയില്ല. പ്രാർത്ഥന മാനസികമായുള്ള ഒരു പ്രത്യേക അവസ്ഥ. ആ അവസ്ഥ ഉണ്ടായാൽ പദമുണ്ടായാലും ഇല്ലെങ്കിലും പ്രാർത്ഥനാ ഭാവമാണ്. ആ രീതിയിൽ ബിംബത്തിന് സുജൂദ് ചെയ്താലും മരത്തിന് സുജൂദ് ചെയ്താലും ആർക്ക് സുജൂദ് ചെയ്താലും ദ്വായുണ്ടെങ്കിൽ ശിർക്കാകും. അതാണ് സുജൂദിന്റെ ഹുക്മ്. വിളി എന്ന് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വൈകിപ്പോകേണ്ടതില്ല. ഞാൻ നേരത്തെ ഒരു ഹദീസ് വായിക്കുകയുണ്ടായി തുർമുദിയിൽ നിന്ന്. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് വായിച്ചു തീർക്കുവാൻ സാധിച്ചില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ മറുപക്ഷം വളരെ ബോധപൂർവം ജനങ്ങളിലുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ വിശ്വാസികളെ മുഴുവനും അനാവശ്യമായി തെറ്റ് ചെയ്യുന്നവരാണെന്നും ശിർക്ക് ചെയ്യുന്നവരാണ് എന്നുമുള്ള നിലയ്ക്ക് പറഞ്ഞ് നടക്കുകയാണ് എന്ന് ഞങ്ങൾക്കതിന് തെളിവില്ലാതെ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ തന്നെ ആ കാര്യം ഒരു ഇലാഹിന് ചെയ്യുന്ന കാര്യം ചെയ്താൽ അത് ശിർക്കായി വരും, അത് പാടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അബൂബക്കർ ലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ ഇലാ ഹുനൈൻ ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ മർറ ബിശജറത്തിൽ മുശ്രിക്കീന യുഖാൽ ലഹാ ദാതു അൻവാസ് മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്തുകൂടെ കടന്നുപോയി. അതിന് ദാതു അൻവാസ് എന്നായിരുന്നു പേർ. യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹത്തുഹും, അതിന്റെ മുകളിൽ അവർ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടാറുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ കാലു അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുശ്രിക്കുകളെ മരത്തിന്റെ വർത്താനം ഇപ്പൊ ഇവിടെ പറയുന്നില്ലേ? മുശ്രിക്കുകളെ വർത്താനം ഇവിടെ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുശ്രിക്കുകളെ വർത്താനല്ല, മുസ്ലിമീങ്ങളെ വർത്താനാണ് ഇപ്പോൾ അറിയുന്നത്. മുസ്ലിം സമുദായം അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉലൂഹിയത്ത് സങ്കല്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ആരാധന സങ്കല്പിക്കുന്നില്ല, അവർക്ക് ആരാധന ചെയ്യുന്നില്ല. ആരാധന ചെയ്യാതെ ഒരാളെ വിളിച്ചാൽ, ഒരാളോട് സഹായം തേടിയാൽ, ഒരാളോട് ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അതിന് വല്ല ഹദീസും ഉണ്ടോ? ആ ഹദീസ് ഓതുക. അദ്ദുആഉ ഹുവൽ ഇബാദത്തു എന്ന അതിന് എല്ലാ ദുആവും ഗുരുവിന് അർത്ഥം വെക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമയം വെച്ചില്ല. അദ്ദുആഉ എല്ലാ ദുആയും ഹുവൽ ഇബാദത്തു അത് ഇബാദത്ത് എന്നാണോ അർത്ഥം, അല്ലെങ്കിൽ ചില പ്രത്യേക ദുആ ഇബാദത്താണ് എന്നാണോ അതിന്റെ അർത്ഥം? അത് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കാതെ സാധ്യമല്ല. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബിൽ മുഅ്മിനീന
റഊഫുൻ റഹീമുൻ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം ഒന്ന് വ്യക്തമാക്കണം. റഊഫുൻ എന്നതിന്റെ അർത്ഥമെന്ത്, റഹീമുൻ എന്നതിന്റെ അർത്ഥമെന്ത്? അത് ഇവിടെ എന്റെ ചോദ്യത്തിന് മറുപടിയായി പറയണം. അത് പറയാതെ സമ്മതിക്കുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് റഊഫുൻ റഹീമുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത് ശിർക്കാണോ അതല്ല കുഫ്റാണോ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കുഫ്റാകുന്നില്ല, എന്തുകൊണ്ട് ശിർക്കാകുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഇബാദത്തിന്റെ നിർവചനം ഞാൻ ചോദിച്ചത് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ശിർക്കിന്റെ നിർവചനം ശറഉൽ നിന്ന് വായിച്ചത് ആരോ കട്ടി ഉണ്ടാക്കിയതാണെന്ന് മൗലവി പറഞ്ഞതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു പോയി. അതിനാൽ ഇനി പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ശിർക്കിന്റെ നിർവചനം വ്യക്തമാക്കണം. എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. മറുപടി ഈ അപകടം പറയുന്നത് ഇത് വായിച്ചു തീർന്നിട്ട് പോരെ? ഒരു ഹദീസ് വായിച്ച് പകുതിയായപ്പോൾ തന്നെ ആ മുശ്രിക്കുകളെ മരയായിരുന്നു. ഞങ്ങൾക്കെന്താ മുശ്രിക്കുകൾ മരണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഹദീസ് വായിച്ചു തീർത്തില്ലല്ലോ, എന്റെ സമയം കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചാണ്. വായിച്ചു തീർന്നിട്ട് പോരെ? ലമ്മാ ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ മറ ബിശജറാനിൽ മുശ്രിക്കീന യുഖാലു ലഹു ലഹാ ദാതു അൻവാത്. ദാതു അൻവാത് എന്ന് പേരുള്ള ഒരു മരമുണ്ടായിരുന്നു. മുശ്രിക്കുകൾക്ക് അതിന്റെ അടുത്തുകൂടെ കടന്നുപോയി. യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, അതിന്റെ മുകളിൽ മുശ്രിക്കുകൾ അവരുടെ ആയുധം തൂക്കാറുണ്ട്. കാലു, മുഅ്മിനുകൾ പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു, മുസ്ലിംകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇജഅൽ ലനാ ദാത അൻവാത്തിൻ, ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു വൃക്ഷം നിശ്ചയിച്ചു തരണം. മുസ്ലിംകൾ, സഹാബികൾ, മുഅ്മിനുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് അർത്ഥമറിഞ്ഞ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ചാൽ 10,000 പ്രാവശ്യം പറഞ്ഞ് പാഴ്സലയക്കുന്നവർ മാത്രമല്ല, അവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയവരായിരുന്നു. അവർ പറഞ്ഞു, ഇജഅൽ ലനാ, ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം പ്രവാചക, ദാത അൻവാത്തിൻ, ഒരു ദാതു അൻവാത്ത്, കമാലഹു ദാതു അൻവാത്ത്, മുശ്രിക്കുകൾക്ക് ആയുധം കൊടുത്താൽ മരമുണ്ടല്ലോ. فقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഹാദാ കമാ ഖാല ഖൗമു മൂസാ, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ വല്ലദീ നഫ്സി ബിയദിഹി ലതർകുബന്ന സുന്നത മൻ കാന ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത്, ഓ തിരക്കേറില്ല മക്കളെ, നിങ്ങൾ ഇലാഹാണെന്ന് മരത്തെപ്പറ്റി വിചാരിക്കുന്നില്ലല്ലോ, കൊളുത്തിക്കോളൂ, തൂക്കിക്കോളൂ, ഇരുന്നോളൂ എന്നല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരമപരിശുദ്ധൻ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഹാദാ കമാ ഖാല മൂസാ, കമാ ഖാല ഖൗമു മൂസാ, മൂസയുടെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെയാണിത്. ഇജഅൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം, കമാലഹും ആലിഹാ, അവർക്കൊരു ഇലാഹുണ്ടല്ലോ. ഈ ആളുകൾ മറ്റുള്ള അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുന്നുവല്ലോ, അതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണമെന്ന് മൂസയുടെ കൗമ് പറഞ്ഞ അപകടമായി നിങ്ങൾ ഈ പറഞ്ഞത് എന്ന് മാത്രമല്ല, വല്ലദീ നഫ്സീ ബിയദിഹി, ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. എന്റെ ആത്മാവ് ആരുടെ കൈകളിൽ നിക്ഷിപ്തമാണോ, ആരുടെ കൈകളിൽ അർപ്പിതമാണോ, അവരെ പിടിച്ച് ഞാൻ ആണയിട്ട് പറയും. ഹദീസ് വായിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം എന്തായി പറയുന്നത്. അവിടെ ഈ സഹാബത്ത് ഇത് പറഞ്ഞത് കൊണ്ട് മുശ്രിക്കായോ? ഒരു ചോദ്യം. സഹാബത്ത് ഞങ്ങൾക്കൊരു മരം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മുശ്രിക്കായോ? മരം മരിച്ചുപോയ മഹാത്മാവാണോ? എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുന്നത് മരത്തിന്റെ കാര്യം എന്തിനിവിടെ പറഞ്ഞു? തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ മരം മരിച്ചുപോയ മഹാത്മാവാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വേറെ ഒരു മരത്തിന്റെ കഥ പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല മൗലവി സാഹിബ്. അലൈഹി വസല്ലമ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ ചോദ്യം, ഈ മരം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ സഹാബത്ത് മുശ്രിക്കായോ ഇല്ലേ? മറുപടി പറയേണ്ടതാണ്. ഈ മരം മരിച്ചുപോയ മഹാത്മാവ് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഉൾപ്പെടുമോ? അല്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ കൊണ്ടുവന്നു? നിങ്ങൾ മറുപടി പറയണം. എന്റെ ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നു.
എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ അർത്ഥത്തില് എല്ലാ ദുആവും എന്നാണോ അർത്ഥം, അല്ല പ്രത്യേക ദുആ എന്നാണോ അർത്ഥം? ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. നിർവചനം, ശിർക്കിന്റെ നിർവചനം പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞൊരു നിർവചനം ഞങ്ങൾ പറഞ്ഞത് ആദ്യം സമ്മതിച്ചിരുന്നുവെങ്കിലും അത് തിരുത്തിക്കളഞ്ഞു. അതാരോ കച്ചുകെട്ടി ഉണ്ടാക്കിയതാണ് ശറഹുൽ ഖായിദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ ശിർക്കിന്റെ നിർവചനം എന്ത് എന്ന്. അതുകൊണ്ട് വ്യക്തമായി ഞാൻ ചോദിക്കുന്നു, ചോദ്യത്തിന് മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് റഊഫുൻ റഹീമുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം പറയാൻ അറിയുമോ ഇല്ലേ? അറിയുമെങ്കിൽ പറയുക. എന്താണ് റഊഫുൻ എന്നതിന്റെ അർത്ഥം? എന്താണ് റഹീമുൻ എന്നതിന്റെ അർത്ഥം? മുസ്തഗീസ് എന്ന് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ശിർക്കായി പോകുമോ? സഹായി എന്ന് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ വല്ലദീ നഫ്സീ ബിയദിഹി, ഹദീസിന്റെ ബാക്കി ഭാഗം ഞാൻ വായിക്കുന്നു. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണ്?